ഭൂതകാലമെന്ന് പറഞ്ഞ ഒരു മികച്ചൊരു ഹൊറർ ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഭ്രമയുഗം. അർജുൻ അശോകനും മെഗാസ്റ്റാർ മമ്മൂട്ടിയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ ഈ സിനിമ ഫെബ്രുവരി 15 ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. മമ്മൂട്ടി എന്ന മഹാനടനെ ആരാധിക്കുന്ന ആരാധകർക്കും അതുപോലെ തന്നെ സിനിമ ആസ്വാദകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മികച്ചൊരു സിനിമയാണ് ഈ സിനിമ. ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ പക്ക സസ്പെൻസ് ആണ് കാണിച്ച് മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കൂടുതലായി ഈ സിനിമയുടെ സ്പോയിലർ പറഞ്ഞ് ഇതിൻ്റെ ആസ്വാദനത്തെ ഞാൻ ഒരിക്കലും കളയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ ശ്രമിക്കുക. ഈ സിനിമ കണ്ട നേരത്തെ എനിക്ക് ഒരു കാര്യമേ എനിക്ക് തോന്നിച്ചിട്ടുള്ളൂ, ഇങ്ങേർക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു മമ്മൂട്ടി എന്ന് പറഞ്ഞ ഈ മഹാനടനെ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ മഹാനടൻ അല്ലെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നറിയപ്പെടുന്നത്. ഈ സിനിമയിൽ ഓരോ ആളുടെ മാത്രം അഭിനയത്തെപ്പറ്റി ഞാൻ എടുത്തങ്ങനെ പറയുന്നില്ല. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന വേഷങ്ങൾ അവരവർ അതിഗംഭീരമായിട്ട് അവരെ ഒരുക്കി നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പല നടന്മാരും യുവ നടന്മാരും കണ്ടുപഠിക്കേണ്ടതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഈ നടൻ്റെ സിനിമാ സെലക്ഷനെ പറ്റി. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് അധികമൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാൽ തന്നെയും ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ആ സിനിമയുടെ ആസ്വാദനത്തിൽ പല കാര്യങ്ങളും എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റി. അതിലെടുത്ത് പറയേണ്ട ആ ക്യാമറയുടെ വർക്ക് തന്നെയാണ്, ക്യാമറ വർക്ക് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിട്ട് അവർക്ക് അവിടെ പ്ലേസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കഥാസന്ദർഭങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോഴും കഥാപാത്രങ്ങളുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾക്ക് ഈ സിനിമയിൽ ജീവിക്കുകയാണെന്ന് തോന്നിപ്പോകും. അതുപോലെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.